ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരെ നവരാത്രി ദിവസം മുതൽ തലതൊട്ടനുഗ്രഹിക്കുവാൻ പോകുന്നു. അതായത് സെപ്റ്റംബർ 22 മുതൽ നിങ്ങളുടെ സമയം തെളിയും. ഈ വർഷത്തെ നവരാത്രി ആഘോഷം 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ്. ഈ ദിനങ്ങളിലെല്ലാം തന്നെ ജ്യോതിഷപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കും. ആത്മീയമായി വരുന്ന മാറ്റങ്ങളും അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഈ നവരാത്രി കാലം. നവരാത്രി സമയം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകളിൽ ഉള്ള ആളുകളിൽ ചില നക്ഷത്ര ജാതകർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ സംഭവിക്കുക. നിങ്ങളെ ദുർഗാദേവി നേരിട്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങളെ തേടി ഭാഗ്യവും വിജയവുമെല്ലാം തേടിയെത്തുന്ന ദിവസങ്ങളാണ് ഈ 9 ദിനങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ നവരാത്രി ദിനങ്ങൾ. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ നവരാത്രി ദിനത്തിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ഈ ജാതകത്തിൽ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ അനുഭവത്തിൽ വരണമെന്നില്ല. അതിന് നിങ്ങൾ കർമ്മം ചെയ്യണം. അനുഭവ യോഗവും വേണം. എന്തും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയണമെങ്കിൽ അതിന് ഭാഗ്യം വേണ്ടതു തന്നെയാണ്. ഈ ഭാഗ്യത്തെയാണ് നാം ഈശ്വരാധീനം എന്ന് പറയുന്നത്. ദൈവാധീനം വളർത്തിയെടുക്കുവാൻ ഈശ്വര കൃപ നേടണമെങ്കിൽ നമ്മുടെ ജാതകത്തിലെ സൂചനകളും സാധ്യതകളും മനസ്സിലാക്കി ശരിയായ വഴിയെ പ്രാർത്ഥനയോടെ നീങ്ങുന്നത് ഗുണകരമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ജോലിയും ധനവും സമൃദ്ധിയുമെല്ലാം നമ്മളെ തേടിയെത്തുന്നതാണ്. ഒരാളുടെ ജീവിതത്തിലെ ഐശ്വര്യവും ധനസമൃദ്ധിയും തീർച്ചയായും നമ്മുടെ ജാതകത്തിൽ കാണും. ഓരോരുത്തരും ജനിക്കുന്ന നക്ഷത്രവും ഈ കാര്യത്തിൽ പ്രധാനം തന്നെയാണ്. ഗുണഫലദായകമായ ചില ഗ്രഹങ്ങൾ ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ നിന്നാൽ ആ ജാതകർക്ക് വളരെയധികം ധനപുഷ്ടി ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നാൽ നമ്മുടെ പ്രതികൂല ഫലങ്ങൾ വന്നു ചേരുന്ന ഗ്രഹങ്ങളുണ്ട്. ഇവ ധനഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകുകയില്ലെന്ന് തന്നെയല്ല, ചെലവ് വർദ്ധിക്കും. വളരെയധികം സാമ്പത്തിക ദുരിതങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. എന്നാൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങളാണ് ഞാനിനി പറയുവാൻ പോകുന്നത്. ഇവയിൽ 10 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ പ്രത്യേകതയും അവയുടെ രാശാധിപ ഗ്രഹത്തിൻ്റെ സ്വാധീനവുമാണ് ആ നക്ഷത്ര ജാതകരുടെ ഐശ്വര്യത്തിനും ധനാഭിവൃദ്ധിക്കും കാരണമായി തീരുന്നത്. ഏതെല്ലാം നക്ഷത്ര ജാതകർക്കാണിനി ദേവി തലതൊട്ടനുഗ്രഹിക്കാൻ പോകുന്നതെന്നും ധനസമൃദ്ധി നൽകുന്നതെന്നും നോക്കാം. ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഭരണി, പൂരം, പൂരാടം. ശുക്രൻ്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ കൊണ്ട് ധനവും വരുമാനവും ലാഭവും സുഖവും സമ്പത്തുമെല്ലാം നമുക്ക് ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയധികം നേട്ടമുണ്ടാകും. വരുമാനം ഇരട്ടിയാകും. ശുക്രൻ്റെ സ്വാധീനം കാരണം കലാരംഗത്ത് നിങ്ങൾക്ക് പലതരം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് കുതിക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ വ്യാഴം ഭരിക്കുന്ന നക്ഷത്രങ്ങളായ പുണർതം, വിശാഖം, പൂരുരുട്ടാതി. ഈ നക്ഷത്ര ജാതകർക്ക് ധനസമൃദ്ധി നേടുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഐശ്വര്യവും അധികാരവും പ്രതാപവും ധനവുമെല്ലാം നൽകുന്ന വ്യാഴം നിയന്ത്രിക്കുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, വിശാഖം, പൂരുരുട്ടാതി എന്നിവ. അതിനാൽ ധനകാരകനായ വ്യാഴം സ്വാധീനിക്കുന്ന ഈ 3 നക്ഷത്ര ജാതകർക്കും നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുവഴി സമ്പത്തും കീർത്തിയും ഐശ്വര്യവുമെല്ലാം വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് വട്ടപൂജ്യത്തിൽ നിന്നും
കോടീശ്വര യോഗത്തിലേക്ക് കുതിക്കുവാൻ കഴിയുന്നതാണ്. അടുത്ത നക്ഷത്ര ജാതകരാണ് രോഹിണി. ചന്ദ്രൻ്റെ പ്രിയതമയാണ് രോഹിണി നക്ഷത്രം. ഭാര്യമാരായ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രന് ഏറ്റവും പ്രിയങ്കരി രോഹിണി തന്നെയാണ്. ഈ ഇഷ്ടം കാരണമുണ്ടായ ശാപമാണ് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണമായത്. ചന്ദ്രൻ ഉച്ചത്തിലെത്തുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. സുഖലോലുപത, പരിപോഷണം, സ്നേഹം, സമൃദ്ധി തുടങ്ങിയവയുടെ കാരകനായ ചന്ദ്രൻ്റെ മനസ്സ് രോഹിണിയിൽ നിൽക്കുന്നതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേക കരുതലും കരുത്തും സുരക്ഷിതത്വവും ചന്ദ്രനിൽ നിന്നും വന്നു ചേരും. ഇതു കാരണം രോഹിണി നക്ഷത്ര ജാതകത്തിൽ പിറന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള മനോബലവും വൈകാരികവും സാമ്പത്തികവുമായ സമൃദ്ധിയും അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ദേവി തലതൊട്ടനുഗ്രഹിച്ച് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ധനം, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയുടെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ഇത് കാരണമാണ് ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ സാമ്പത്തിക ലോകത്ത് പ്രമാണിയായി നാം കാണുന്നത്. ഇവരെ ധനം കൈവിട്ടു പോകില്ല. ഇവരുടെ കൈകളിൽ ധനം കുമിഞ്ഞുകൂടും. ഈ നവരാത്രി ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും വളരെയധികം പോസിറ്റീവ് ഊർജം നിറയുന്ന കാലമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കുതിപ്പ് ചാട്ടത്തെ സൂചിപ്പിക്കുന്ന ദിനങ്ങളാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും അതിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും അനുകൂലമായ സമയമാണ് വന്നെത്തിയത് എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ ഈ സമയം പൂർത്തീകരിക്കുവാൻ കഴിയും. സാമ്പത്തികമായ സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കുതിച്ച് ചാട്ടമുണ്ടാക്കുന്ന ദിവസമാണ് ഈ നവരാത്രി ദിനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. ആഗ്രഹങ്ങളെല്ലാം ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുവാൻ പോകുന്നത്. രോഗശാന്തിയും വൈകാരിക ക്ഷേമവും ഉറപ്പുവരുത്തുവാൻ സാധിക്കും. മുൻകാല വ്യക്തി വൈരാഗ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സൗഹൃദത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. ബന്ധങ്ങളിൽ ഐക്യം തേടിയെത്തും. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം ഉന്നതിയിലേക്ക് എത്തുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം ദേവിയുടെ അനുഗ്രഹം നിമിത്തം പലപ്പോഴും മാറി മറിയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും പോസിറ്റീവ് ഊർജവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി എന്ന പദത്തിനർത്ഥം സമ്പത്ത് എന്നു തന്നെയാണ്. യഥാസമയം രേവതി നമ്മുടെ ക്രിയാശക്തിയും ആത്മീയമായ ബലവുമെല്ലാം വർദ്ധിപ്പിക്കും. ഇതുവഴി ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ധനമേന്മയുണ്ടാകും. ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ക്രിയാശേഷി, സർഗശേഷി എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ്. വളരെയധികം പണം വന്നു ചേരുന്ന കാലം കൂടിയാണ്. ഇനി നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരവും ആദരവും നിങ്ങളെ തേടിയെത്തും. അധ്വാനത്തിൻ്റെ ഫലം ഇരട്ടിയായി വരുന്ന കാലമാണ്. ഇതിനെല്ലാം തന്നെ ദുർഗാദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അംഗീകാരവും ഉയർച്ചയും നിങ്ങളെ തേടിയെത്തുന്നതാണ്. പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ ഉള്ള ആളുകളാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഇവയെല്ലാം തട്ടി മാറുന്നതിനുള്ള യോഗമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ദേവി വഴി കാണിച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ്. ഭക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ചു നിൽക്കുവാൻ കഴിയും. സാമ്പത്തിക സ്ഥിതി മെച്ചമുള്ളതാകും. ദുർഗാദേവിയുടെ അവതാര ലക്ഷ്മിയായ ദേവി വലതുകാൽ വെച്ച് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പടി കയറി വരും. കുടുംബത്തിൽ അനുഗ്രഹീതമായ ദിനങ്ങളാണ് ഈ നവരാത്രി ദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.